Good morning. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മാർക്കറ്റിംഗിന്റെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്സുകളാണല്ലോ നോക്കിയിട്ട് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകൾ ഏതൊക്കെയായിരുന്നു? 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് മാർക്കറ്റ് പ്ലാനിംഗ് ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും ഉണ്ട് അല്ലെ. മാർക്കറ്റ് പ്ലാനിംഗ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ എന്താണ്? ബിസിനസിന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് രണ്ടാമത്തെ? മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞതാണ് നമുക്ക് മീഡിയകളോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റോ ചാനലുകള് ഇതൊക്കെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് മാർക്കറ്റ് ടാർഗറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ആണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. 2 സ്റ്റെപ്പുകളാണ് കേട്ടോ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന് നമ്മൾ പറഞ്ഞു 2 സ്റ്റെപ്പുകളാണ്, മാർക്കറ്റ് പ്ലാനിങ്ങും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും. ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഇലമെന്റ്സ് ആണ് അല്ലെ. എത്ര ഉണ്ടായിരുന്നു? എത്ര ഇലമെന്റ്സ് ആണ്? 7 ഇലമെന്റ്സ് അല്ലെ. 7 ഇലമെന്റ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? The elements of marketing plan. ഏതൊക്കെയാ? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, analyze the research, identify a budget, develop market strategies, develop an implementation schedule, create an evaluation process. അങ്ങനെ 7 elements ആണ്. അതിൽ നമ്മൾ ഇന്നലെ എത്ര നോക്കി? അനലൈസ് ദ റിസർച്ച് വരെയല്ലേ 3 അല്ലേ നമ്മൾ നോക്കിയത് അല്ലേ? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ് പറഞ്ഞു, രണ്ടാമത്തെ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് പറഞ്ഞു, മൂന്നാമത്തെ അനലൈസ് ദ റിസർച്ച്. നമ്മൾ ആ റിസർച്ച് അനലൈസ് ചെയ്യുന്നത് വഴി ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനൊക്കെ ഒരു നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഈ ഹെൽപ്പ് ചെയ്യുന്നു. അനലൈസ് ദ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് 4th ഇലമെന്റ് ആണ് ഇത് നോക്കുന്ന ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. ഇലമെന്റ്സ് ആണ് കേട്ടോ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇലമെന്റ്സ്. ഓക്കെ, ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, ടാർഗറ്റ് ഓഡിയൻസ് മൈറ്റ് കൺസിസ്റ്റ് ഓഫ് എ പേഷ്യൻസ് ഓഫ് എ സർട്ടൻ ഏജ്. പല പ്രായത്തിലുള്ള പേഷ്യൻസ് ആകാം. ജെൻഡർ, പല ജെൻഡറിലുള്ളത്, മെയിലോ ഫീമെയിലോ അങ്ങനെ ആ ഒരു ആകാം. പല ലൊക്കേഷനിലുള്ളതാകാം. അതുപോലെ നോക്കിയേ പെയർ ടൈപ്പ് ഓർ പേഷ്യന്റ് വിത്ത് സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്. അത് പണം നൽകുന്ന ആള് പെയർ ടൈപ്പ് ഏത് ഇതാണ്. അതുപോലെ തന്നെ പല ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് ഉള്ള പേഷ്യൻസ് ആവാം, ഓർ പേഷ്യൻസ് വിത്ത് സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ്. അപ്പൊ അങ്ങനെയുള്ള അതാണ് ആ ടാർഗറ്റ് ഓഡിയൻസിൽ ഉൾപ്പെടുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ടാർഗറ്റ് ഓഡിയൻസ് മൈറ്റ് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാവാം? പല ഏജിലുള്ളതാകാം അല്ലേ. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പല പ്രായത്തിലുള്ള പേഷ്യൻസ് ആകാം. അതിന്റെ സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ അതാകാം. അവരുടെ ലൊക്കേഷൻ, അത് പെയർ ടൈപ്പ് പണം അടയ്ക്കുന്ന തരം, പിന്നെ പേഷ്യൻസ് വിത്ത് എ സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ്, പല ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് ഉള്ള പേഷ്യൻസ് ആവാം. അങ്ങനെ പല കാറ്റഗറിയിൽ പെട്ടവരാകാം ആര്? ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അവരെ ഐഡന്റിഫൈ ചെയ്യുക. എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ തന്നിട്ട്, if you want to treat young athletes, നമ്മളൊരു യങ് അത്ലറ്റ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താ? we might consider giving talks on sport safety and first aid tips to coaches and athletes at the location, high school or colleges. Local high school or colleges and YMCAs. ഇവിടെ പറഞ്ഞേക്കാണ് നമ്മളൊരു യങ് അത്ലറ്റ്സിനെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ച്, ഫസ്റ്റ് എയ്ഡ് ടിപ്സ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് കോച്ചസിനും അത്ലറ്റ്സിനും എവിടെ ലോക്കൽ ഹൈസ്കൂളില് കോളേജില് YMCA ലെവലില് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നൽകുന്നത് പരിഗണിക്കും. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? അതിന്റെ ബേസ് മുതല് അവര് എന്താ പറയാ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കണ്ടോ?
അപ്പൊ നമ്മളൊരു യങ് അഡ്രസ്സിനെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ, ഹൈസ്കൂളില് അല്ലെ, ഹൈസ്കൂൾ ലെവലില്, കോളേജസില്, YMCAs എന്ന് വെച്ചാൽ YMCA എന്നിവിടങ്ങളിലൊക്കെ ഉള്ള ഈ കോച്ചസിനും അത്ലറ്റ്സിനും ഫസ്റ്റ് എയ്ഡ് ടിപ്സുകൾ അല്ലെ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് കൊടുക്കുന്നത് ഞങ്ങൾ പരിഗണിക്കും. ഞാൻ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ വെറുതെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നുള്ളൂ. അതിനകത്ത് നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. ടാർഗറ്റ് ഓഡിയൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര് ആരൊക്കെയാണ്, അതിൽ ഉൾപ്പെടുന്നവര് ആരൊക്കെയാണെന്നുള്ളത്. ഇനി അടുത്ത എലമെന്റ് ആണ് ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. ഇനി എന്ത് ചെയ്യുക, ബഡ്ജറ്റ് ഡിറ്റർമിൻ ചെയ്യുക, നിർണ്ണയിക്കുക. ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. ഓക്കെ. Examine financial information and come up with a marketing budget. എങ്ങനെ വേണം സാമ്പത്തിക വിവരങ്ങൾ അല്ലെ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പരിശോധിച്ചിട്ട് വേണം ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൊണ്ടുവരാൻ. എങ്ങനെയാണ് കം അപ്പ് വിത്ത് എ മാർക്കറ്റ് ബഡ്ജറ്റ്? എന്തിനെ ബേസ് ചെയ്തിട്ട് വേണം? ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ പരിശോധിച്ചിട്ട് വേണം ഒരു മാർക്കറ്റ് ബഡ്ജറ്റ് കൊണ്ടുവരാൻ. നമുക്കിപ്പോ നമ്മളൊരു ബഡ്ജറ്റ് നമുക്ക് ഏകദേശം നമുക്ക് അറിയാം, നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മൾ എത്രത്തോളം അതില് ഒരു എന്താ ഫിനാൻഷ്യലി നമ്മൾ എത്രത്തോളം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ എത്രത്തോളം ക്യാഷ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കണം. അതിനുശേഷം വേണം മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൊണ്ടുവരാൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. Examine financial information and come up with a marketing budget. അതായത് പറഞ്ഞിരുന്ന സാമ്പത്തിക വിവരങ്ങൾ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പരിശോധിച്ചു കൊണ്ടുവേണം ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൊണ്ടുവരാൻ. Marketing budget will be different by the type of market a practice is in, the age of the practice, and if the practice has മാർക്കറ്റഡ് ബിഫോർ. അണ്ടർലൈൻ ചെയ്തോ. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. എന്തിനനുസരിച്ചാണ് നമ്മൾ നോക്കിയേ, ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ് എ ഫ്രാഞ്ചൈസ് ഈസ് ഇൻ. എന്താ ഒരു മാർക്കറ്റിന്റെ തരം എന്തിലാണ്, അതിലുള്ള ഒരു സമ്പ്രദായത്തിലുള്ള നമുക്കൊരു മാർക്കറ്റിന്റെ തരം. പിന്നെ and the age of practice, അതിന് എത്രത്തോളം ആ പ്രാക്ടീസിൽ എത്രത്തോളം നമുക്ക് പരിചയമുണ്ട് അല്ലെ, ഒരു പ്രാക്ടീസ് അതിന്റെ പരിചയം. and if the practice has marketed before, മുമ്പ് നമ്മൾ അതായത് നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പരിചയം, ഇതൊക്കെ അനുസരിച്ച് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. നമ്മൾ മുമ്പ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പരിചയം, ആ പ്രാക്ടീസ് മാർക്കറ്റഡ് ബിഫോർ അല്ലെ. അപ്പം നമ്മൾ മുമ്പ് നമുക്ക് ആ ഒരു ഫീൽഡിൽ നമുക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് അത്രയും ചിലപ്പോൾ വേണ്ടി വരില്ല അല്ലെ. മുമ്പ് നമുക്ക് അതിൽ എക്സ്പീരിയൻസിലാണെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ടൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ ചിലപ്പോ എക്സ്ട്രാ വല്ല പൈസകളൊക്കെ നമ്മളുടെ കയ്യിൽ പോകാം അല്ലെ. അപ്പൊ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്തിനനുസരിച്ചാണ്? By the type of market a practice is in, the age of the practice, അതായത് എത്ര വർഷങ്ങളായിട്ട് ഇതിന്റെ ഏജ് ആണ്, നമ്മളെ എത്രത്തോളം ആ ഒരു പരിചയമുണ്ട് അല്ലെ, ഒരു പ്രാക്ടീസ്, അതിന്റെ പ്രായം, അതിന്റെ പരിചയം. ആൻഡ് പിന്നെ പറഞ്ഞേക്കണ എന്നാ, മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആ ഒരു പരിചയം. ഇഫ് ദ പ്രാക്ടീസ് ഹാസ് മാർക്കറ്റഡ് ബിഫോർ, മുമ്പ് മാർക്കറ്റ് ചെയ്തിട്ടുള്ള പരിചയം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. അണ്ടർലൈൻ ചെയ്തിട്ടോ ആ 3 കാര്യങ്ങള്. By the type of market a practice is in, the age of the practice, then the practice has marketed before, മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പരിചയം. There are no standard for how much a practice should be taken. ഇനി അതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാന്ന് പറഞ്ഞു അല്ലെ. ഇനി അതിനു വേണ്ടി നമ്മൾ എത്രത്തോളം ചെലവഴിക്കണം എന്നതാണ് അതിനുള്ള നമുക്ക് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ്സ് ഇല്ല എന്ന് പറഞ്ഞേക്കണേ. There is no standard in the for how much a practice should take. ഉണ്ടോ? അതായത് നമുക്ക് എത്രത്തോളം നമുക്ക് എന്താ ആ ഒരു ഇതിന് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നേ, നമുക്കൊരു
എന്താ പറയണ, അതായത് നമുക്ക് എത്രത്തോളം അതിനു വേണ്ടി നമ്മൾ ആ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ആ ബഡ്ജറ്റിൽ എത്രത്തോളം നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിന് നമുക്കൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡം ഇല്ല. അതാണ് there is no standard for. അപ്പൊ ഇതിനനുസരിച്ച് വ്യത്യാസപ്പെടാമെന്നാ പറഞ്ഞേക്കണേ. കണ്ടോ, നമുക്ക് ഈ 3 കാര്യങ്ങൾ പറഞ്ഞു, അതിനനുസരിച്ച് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാന്ന് പറഞ്ഞു. അതായത് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു മാനദണ്ഡങ്ങളില്ല. അത് therefore how much a practice should taken. കണ്ടോ, നേരത്തെ ചെയ്തിട്ടുള്ള പരിചയം, മാർക്കറ്റുകൾക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. നേരത്തെ അത് ചെയ്തിട്ടുള്ള ഒരു പ്രായം, അതിന് നേരത്തെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു പരിചയം എന്നതൊക്കെ എത്രത്തോളം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കണം, അതെന്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാതെ അതിന് പ്രത്യേകം ഒരു മാനദണ്ഡമില്ല. There is no standard for how much a practice should be taken. അതിനുവേണ്ടി എത്രത്തോളം ചെലവഴിക്കണം എന്നുള്ളതിന് പ്രത്യേക മാനദണ്ഡവും ഇല്ല. എന്തുകൊണ്ടാ? മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ഒരു നോക്കിയേ, ഇഫ് ദ പ്രാക്ടീസ് ഈസ് നോ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണോ. നമ്മളൊരു പ്രാക്ടീസ് പുതിയതാണെങ്കിൽ we can hope to spend 10% or more than for our annual gross income the first year to carry out the plan. അതായത് നമ്മളിപ്പോ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് പുതിയതായിട്ട് ഇറങ്ങുകയാണ്. നമുക്ക് അതിന് ഒരു പ്രാക്ടീസ് അത് പുതിയതാണെങ്കിൽ നമ്മൾ എന്ത് ഹോപ്പ് ചെയ്യണം? we can spend 10% or more than our annual income. നമ്മുടെ മൊത്തത്തിലുള്ള വാർഷിക വരുമാനത്തിന്റെ 10% അതിൽ കൂടുതലോ നമ്മള് ആ ഒരു ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ വർഷം അത്രയും രൂപ ചെലവാകും. 10% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇതിന്റെ നമ്മുടെ മൊത്തം ആനുവൽ ഇൻകം എത്രയാണ്? ആനുവൽ ഗ്രോസ് ഇൻകം അതിന്റെ 10% അതിൽ കൂടുതലോ ചെലവാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കണ്ടോ പറഞ്ഞേക്കണേ, പ്രാക്ടീസ് പുതിയതാണെങ്കിൽ നമ്മുടെ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ വർഷം, അത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി, പിന്നെ അത്രയും വരില്ല അല്ലെ. അതായത് പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ വർഷം ആനുവൽ ഇൻകത്തിന്റെ 10% അല്ലെങ്കിൽ അതിൽ കൂടുതലോ അതിനു വേണ്ടി ചെലവാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എക്സാമ്പിളുകളൊക്കെ ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി തന്നാട്ടോ. മനസ്സിലായില്ലേ? നമ്മൾ അതിന് എക്സ്പീരിയൻസ്ഡ് ആവുന്തോറും നമുക്ക് അതിനു വേണ്ടി ചെലവാക്കുന്ന പൈസ കുറവ് മതി അല്ലെ. എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമുക്ക് അനാവശ്യമായി ചെലവുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. പ്രാക്ടീസ് പുതിയതാണെങ്കിൽ നമ്മൾ ആ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ വർഷം ആ മൊത്തം വരുമാനത്തിന്റെ 10%ഓ അതിൽ കൂടുതലോ ചെലവാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, അടുത്തതാണ് നെക്സ്റ്റ് ഇലമെന്റ് ആണ് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇതാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? Which of the following is included in marketing strategies? ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെക്ഷൻ ടു സ്റ്റാഫ്. ഓക്കെ, എന്ത് കൊടുക്കണം? പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെക്ഷൻ ടു സ്റ്റാഫ്. സ്റ്റാഫിന് പേഷ്യന്റിനെ സംതൃപ്തരാക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് സെക്ഷനുകൾ നൽകാം. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ എലമെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ പേഷ്യൻസ് വരണം, അതല്ലേ? അപ്പൊ അങ്ങനെ കൂടുതൽ പേഷ്യൻസ് വന്നെങ്കിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ത്? നമുക്ക് പേഷ്യൻസിനെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരെ സംതൃപ്തിപ്പെടുത്തുന്നതിനുള്ള ട്രെയിനിങ് സെക്ഷനുകള് സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യണം, നൽകണം. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ഒരു പേഷ്യന്റിനെ ഡീൽ ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന ഫ്രണ്ട് ഓഫീസർ, നിങ്ങൾ ഫ്രണ്ട് ഓഫീസ് പഠിച്ചില്ലേ? ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഫ്രണ്ട് ഓഫീസർ. ആ ഫ്രണ്ട് ഓഫീസിലൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പൊ
റിസപ്ഷനിസ്റ്റ് അല്ലെ, അവര് ഫസ്റ്റ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. അപ്പൊ അവര് എങ്ങനെ നമ്മളോട് ഡീൽ ചെയ്യുന്നു അല്ലെ, അതനുസരിച്ചായിരിക്കും നമ്മൾ ചിലപ്പോ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വേണോന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെല്ലുന്നു, നമ്മളൊന്നും പരിഗണിക്കുന്നില്ല, നമ്മൾ നോക്കുന്നില്ല, അതിന് വേണ്ട കെയർ നൽകുന്നില്ല, നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരുന്നില്ല, അങ്ങനെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോ എന്താ പറയാ, ഇനി ചിലപ്പോ ആദ്യത്തെ പ്രാവശ്യം ചെയ്തായിരിക്കും, പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമ്മൾ മടിക്കും. അപ്പൊ എന്താണ് ആ ഫ്രണ്ട് ഓഫീസ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചത് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ നമ്മൾ നോക്കുന്നത് അല്ലെ. അവര് നല്ല രീതിയിൽ ഡീൽ ചെയ്യുക, കസ്റ്റമേഴ്സിനോട് പേഷ്യൻസിനോട് നല്ല രീതിയിൽ ഡീൽ ചെയ്യുക എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കും, അവർക്ക് ട്രെയിനിങ് സെക്ഷൻസ് കൊടുക്കും. അപ്പൊ എന്താണ്, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ, അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ. അപ്പൊ കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരൂലേ, ആലോചിച്ച് നോക്ക്. ക്ലിയർ അല്ലേ ഒന്നാമത്തെ പോയിന്റ്? സ്റ്റാഫിന് എന്ത് കൊടുക്കാൻ പറ്റും, പേഷ്യൻസിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. രണ്ടാമത്തെ നോക്കിയേ, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ് വെബ്സൈറ്റ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ നീഡ് ടു ടെലിഫോൺ ദ ഓഫീസ് ഫോർ ആൻ അപ്പോയിന്റ്മെന്റ്. HIS നിങ്ങൾക്ക് പഠിക്കാണ്ട്, ഫോർത്ത് മൊഡ്യൂള് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിനകത്ത് പഠിക്കേണ്ടത് നമ്മള് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് സിസ്റ്റം. പേഷ്യൻസിന് സ്വന്തമായിട്ട് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് സിസ്റ്റം കൊടുക്കുക. വെബ്സൈറ്റുകൾ, ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിനൊക്കെ വെബ്സൈറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ എന്താ പറയാ, നമ്മൾ നേരെ കുത്തിപ്പിടിച്ചിരുന്ന ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട, നേരെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് തന്നെ ഓൺലൈനായിട്ട് ഷെഡ്യൂൾ ചെയ്യാം, നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അല്ലെ. ഇപ്പൊ നമുക്ക് ആ പേഷ്യൻസ് അവിടെ നോക്കാം, അപ്പൊ അവിടെ ഡോക്ടർ ഏതൊക്കെ സമയത്താണ്, നമ്മുടെ ഒരു സ്പെഷ്യൽ ഡോക്ടർ ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഡോക്ടർ ഏതൊക്കെ സമയത്താണ് അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യല്ലേ അല്ലേ, ഓൺലൈനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യല്ലേ. നിങ്ങൾ എടുക്കാറില്ല, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാറില്ലേ ഓൺലൈനായിട്ട്? വെബ്സൈറ്റിൽ കയറി നമുക്ക് നേരെ എടുക്കാം. അപ്പൊ നമ്മൾക്കും ഇതുപോലെ, എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല, എനിക്ക് വൈകുന്നേരം ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണ്ടത്, അപ്പൊ ഉച്ച കഴിഞ്ഞ് എനിക്ക് എന്താ പറയാ അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്ന എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അതല്ലേ. അപ്പൊ എന്താ കൂടെ പറഞ്ഞേക്കുന്നേ, പേഷ്യൻസിന് സെൽഫ് ഷെഡ്യൂൾ സിസ്റ്റംസ് കൊടുക്കാം. അതെങ്ങനെയാ, വെബ്സൈറ്റ് വഴി പേഷ്യൻസിന് സ്വന്തമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കാം അല്ലെ. എന്തിനു പകരം, get rid of the need to telephone to the office for an appointment. അപ്പോയിന്റ്മെന്റിന് ആ ഹോസ്പിറ്റലില് നമ്മള് ഫോണിൽ വിളിച്ച്, ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാറുണ്ടോ അങ്ങനെ? ഇപ്പൊ നമ്മൾ ഫോൺ വിളിച്ചു, അവിടെ ബിസി ആയിരിക്കും, ലൈൻ ബിസി ആയിരിക്കും, നമ്മൾ ഫോൺ വിളിച്ചു, ഒരു പ്രാവശ്യം വെച്ചു, രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു, അന്നേരം ബിസി ആയിരിക്കും. ചിലപ്പോ 4 or 5 പ്രാവശ്യം നമ്മൾ ഫോൺ വിളിക്കുമ്പോഴായിരിക്കും ചിലപ്പോ നമുക്കൊന്ന് കണക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് 24 hours അവൈലബിൾ ആണ്. ഏത് സമയത്ത് വേണേ, രാത്രി പകലോ അല്ലെങ്കിൽ ഓഫീസ് ടൈമോ ഇതൊന്നും നോക്കണ്ട, അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതെന്താണ്, ശരിക്കും പേഷ്യൻസിനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി അല്ലേ. അല്ലെങ്കിൽ നമ്മള് 2 പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ കാണണ്ടെന്ന് തീരുമാനിക്കും, വിളിച്ചിട്ട് ബുക്ക് ചെയ്യാൻ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ മടിക്കും. ഇത് ഓൺലൈൻ ആകുമ്പോ നമുക്ക് എന്താ പറയാ, പേഷ്യൻസ് അതിന് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ കൂടുതൽ പേഷ്യൻസ് ആ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള അല്ലെങ്കിൽ സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവര് താല്പര്യപ്പെടൂലേ അല്ലേ. അതൊരു തന്ത്രമല്ലേ. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാ. ഇത്രയും നോക്കിയാൽ മതി. ഡെവലപ്പ് എ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം. ഓക്കെ, അതൊരു സ്ട്രാറ്റജിയാണ്. അടുത്ത നോക്കിയേ, മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. അടുത്ത റിസപ്ഷൻ റൂം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കയറി ചെല്ലുന്നതാണ്, ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്നതാണ് റിസപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ്. അത് നല്ല രീതിയിൽ അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഇത് വരൂലേ ഹോസ്പിറ്റലിനെ കുറിച്ച്, ഇല്ലേ?
അപ്പൊ നമ്മള് പേഷ്യൻസ് അത് കാണുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞില്ലേ ഹാഫ് നമുക്ക് രോഗം മാറും. നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു എന്താ പറയാ ആ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് വരും, ആ നല്ല ഹോസ്പിറ്റൽ ആണെന്നുള്ളൊരു മതിപ്പ് നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഈ റിസപ്ഷൻ റൂം ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ വരുമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് വെക്കൂലേ, അലങ്കരിച്ചൊക്കെ വെക്കൂലേ ഇല്ലേ, ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നമുക്ക് വല്ല പരിപാടികളോ ഫംഗ്ഷൻസോ കാര്യങ്ങൾ നടത്തും, നമ്മൾ അതൊക്കെ ഒരു ഡെക്കറേറ്റ് ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ടാ, എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ചീത്തയായി കിടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു മോശം ഇതാണ് അല്ലെ, പിന്നീട് അങ്ങോട്ട് വരാനായിട്ട് അവർ താല്പര്യപ്പെടൂല. നമ്മളും അങ്ങനെയൊക്കെയല്ലേ, നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഇച്ചിരി എന്താ പറയാ ഒരു വൃത്തിമനയൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ, നമ്മളൊരു നീറ്റ് ഇല്ലാത്ത ഒരു വീട്ടിലേക്ക്, ഒരു വൃത്തിമന ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ നമ്മൾ താല്പര്യപ്പെടൂല അല്ലേ. ഒരു പ്രാവശ്യം ചെയ്താൽ അങ്ങനെയാണ്, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചെല്ലാനായിട്ട് അത് നമ്മുടെ മനസ്സിന്റെ സൈക്കോളജിക്കലി ഒരു ഇതാണ് അല്ലേ. അതാണ് അത് പേഷ്യൻസിനെ ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു മറ്റൊരു സ്ട്രാറ്റജിയാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് റിസപ്ഷൻ റൂമുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക. ക്ലിയർ ആവുന്നില്ലേ പോയിന്റ്സുകള്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത നോക്കിയേ പ്രൊവൈഡ് നെയിം ടാഗ് ഫോർ സ്റ്റാഫ്. ഇനി നോക്കിയേ സ്റ്റാഫിന് നെയിം ടാഗ് കൊടുക്കാം. അതും ഒരു സ്റ്റാൻഡേർഡ് തന്നെയല്ലേ കാണിക്കണേ. നമുക്കിപ്പോ ആ ടാഗ് നോക്കിക്കഴിഞ്ഞാൽ ഏത് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ പേര് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള അതൊരു ശരിക്കും പറഞ്ഞ എന്താ പറയാ അത് നമുക്കൊരു ഒരു പോസിറ്റീവ് ഒരു ഇത് തന്നെയാണ് അല്ലെ. ഒരു നെയിം ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഐഡി കാർഡ് ഉണ്ടാവും അല്ലെ. അത് അവരുടെ ഐഡന്റിറ്റി കാണിക്കാനാണ്. അങ്ങനെ അത് കൊടുക്കാം. അതും ഒരു സ്ട്രാറ്റജിയിൽ വന്നതാണ് കേട്ടോ. പ്രൊവൈഡ് നെയിം ടാഗ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് നെയിം ടാഗ് പ്രൊവൈഡ് ചെയ്യുക. അടുത്ത് നോക്കിയാൽ കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ് ടു ഈച്ച് ന്യൂ പേഷ്യൻസ്. കേട്ടോ, ഓരോ പേഷ്യൻസിനും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാഫിനെ വിളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകാം. കോൾ ഫോർ സ്റ്റാഫ്, സ്റ്റാഫിനെ വിളിക്കാൻ എന്തിനാ? ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ് ടു ഈച്ച് ന്യൂ പേഷ്യൻസ്. ഓരോ പേഷ്യൻസിനും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാഫിനെ വിളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാം. അടുത്ത് നോക്കിയേ കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂ വിത്തിൻ ദ ന്യൂ പേഷ്യന്റ് വിത്തിൻ 3 days of their appointments. And അപ്പോയിന്റ്മെന്റ്സ് കഴിഞ്ഞ് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ പുതിയ പേഷ്യൻസുമായിട്ട് ടെലിഫോൺ ഇന്റർവ്യൂ സംഘടിപ്പിക്കാം. അതായത് ജസ്റ്റ് ഒന്ന് വിളിച്ച് അവരുടെ ക്ഷേമവിവരം കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിക്കാം. അപ്പോഴെന്താ പേഷ്യൻസ് അത് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലേ, നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നമ്മുടെ മനസ്സിലേക്ക് വരൂലേ. അതും എന്തിനാ? ഈ പേഷ്യൻസിനെ ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കണ്ടോ, കണ്ടക്ട് എ പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂ with the new patients within 3 days of their appointments. And appointments കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ പുതിയ പേഷ്യൻസുമായിട്ട് ടെലിഫോൺ ഇന്റർവ്യൂ സംഘടിപ്പിക്കുക. ഓക്കെ, ഇത്രയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇമ്പോർട്ടന്റ് തന്നെ എനിക്ക് വെക്കാം കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഇതിനുള്ളൊരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത എലമെന്റ് നോക്കിയേ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കാന്നല്ലേ. ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ലൈൻ. ഇതൊരു ടൈം ലൈൻ ആണ്. നോക്കിയേ, ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ is a timeline that shows which marketing action will be done when and by whom. കണ്ടോ, എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞത്? ഒരു ടൈം ലൈൻ ആണ്. ഏത് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോഴ് ആരിലൂടെ ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു ടൈം ലൈൻ, ഒരു സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. An implementation schedule is a timeline that shows which marketing actions will be done when and by whom.
ഏത് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ എപ്പോൾ ആരിലൂടെയൊക്കെ ചെയ്യണം, അല്ലെ? എപ്പോൾ ആരിലൂടെയൊക്കെ ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു ടൈം ലൈൻ, ഒരു സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സമയരേഖ ഇതും എന്താണ്? നമ്മുടെ ഇലമെന്റ്സ് ആണ്, മാർക്കറ്റിംഗ് പ്ലാന്റ് ഇലമെന്റ്സ് ആണ് കേട്ടോ. When creating the schedule, നമ്മളൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കെയർഫുള്ളി ടേക്കൺ ഇൻടു കൺസിഡറേഷൻ, ഈ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത് എന്തൊക്കെയാ? ഹൗ ദ ആക്ടിവിറ്റി വിൽ ഇൻഫ്ലുവൻസ് ദ കറന്റ് പ്രാക്ടീസ് ഓപ്പറേഷൻ ആൻഡ് വെദർ there are enough resources such as staff, time and money to fulfill necessary tasks. എന്താ പറഞ്ഞേക്കുന്നേ? നമുക്ക് ഒരു ഇംപ്ലിമെന്റേഷൻ, ഒരു കാര്യം നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഒരു നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. എന്താണ്? ഒന്നാമത്തെ, ഹൗ ദ ആക്ടിവിറ്റി വിൽ ഇൻഫ്ലുവൻസ് ദ കറന്റ് പ്രാക്ടീസ്. ഇപ്പൊ നമ്മളായി പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രവർത്തനം നിലവിലുള്ള പ്രവർത്തനത്തെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രാക്ടീസ് ഓപ്പറേഷൻസ്, കറന്റ് പ്രാക്ടീസ് ഓപ്പറേഷൻ, നിലവിലുള്ള പ്രവർത്തനത്തെ എങ്ങനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും, എങ്ങനെ സ്വാധീനിക്കും, അത് വേണ്ടേ? അത് നമ്മൾ നോക്കണ്ടേ? ഒരു പുതിയൊരു കാര്യം നമ്മൾ നടപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങള് അവിടെ നിലവിലത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കും, അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. will influence the current practice or operations and whether there are enough resources. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കട്ടെ. എന്താ? ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? we are carefully taken into consideration. ഈ കാര്യങ്ങൾ we are consider ചെയ്യണം. എന്തൊക്കെയാണ്? ഇപ്പോ ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുമ്പോൾ അത് ഇപ്പോ നിലവിലുള്ള ആ പ്രവർത്തനങ്ങളെ എങ്ങനെ അത് സ്വാധീനിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ എന്താ രണ്ടാമത്തെ? ആൻഡ് വെദർ ദേ ആർ ഇനഫ് റിസോഴ്സ്. അതിന് ഇനഫ് ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ വേണ്ടേ? ഏതാ റിസോഴ്സ്? സ്റ്റാഫ് വേണം. ഒരു പുതിയൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് വേണ്ടേ? ഒരു പുതിയൊരിത് നമ്മൾ നടപ്പിലാക്കിയാൽ മതിയല്ലോ, അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സ്റ്റാഫ് വേണം. അതിനുള്ള ടൈം നോക്കണം. മണി, മൂന്നാമത്തെ കാര്യം മണി, പൈസയും നമ്മൾ നോക്കണം. ഇനഫ് റിസോഴ്സ് such as staff, time and money. എന്തിനാണ്? to fulfill the necessary task. ആ അത്യാവശ്യമായിട്ടുള്ള ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടോ, ടൈം ഉണ്ടോ, മണി ഉണ്ടോ, പൈസയുണ്ടോ എന്നുള്ള കാര്യം, അതായത് ഇനഫ് റിസോഴ്സ്, അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. അതിന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താ എന്നാണ് കേട്ടോ, ടൈം ലൈൻ ആണ് എന്ന് അണ്ടർലൈൻ ചെയ്തതാ. ഇനി നമ്മൾ പറഞ്ഞത് ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഇപ്പോ നിലവിലത്തെ പ്രവർത്തനങ്ങൾ, ഒരു പുതിയൊരു കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് നിലവിലത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെ അത് സ്വാധീനിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിനുള്ള റിസോഴ്സ് ഉണ്ടോ, നമുക്ക് ആ ഒരു പുതിയ കാര്യം ഫുൾഫിൽ ആക്കാൻ, ആ നെസസറി ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ, നിറവേറ്റാൻ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടോ, ടൈം ഉണ്ടോ, മണി, പൈസയുണ്ടോ, അതായത് ഇങ്ങനെയുള്ള റിസോഴ്സുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? ആ രണ്ട് പോയിന്റ്സുകൾ ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നേ രണ്ടും അണ്ടർലൈൻ ചെയ്തില്ലേ? ഇനി എന്താ അടുത്ത എലമെന്റ് നോക്കിയേ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് and evaluation process. Create and evaluation process. Okay. Evaluate plan frequently by comparing your progress with the implementation schedule. Evaluate plan. Evaluate ചെയ്യാന്ന് വെച്ചാൽ എന്താ? Evaluate ചെയ്യാ, അതിനെ നമ്മൾ വിലയിരുത്തുക, അല്ലേ? Evaluate ചെയ്യാം. Evaluate plan frequently by
കമ്പയറിംഗ് യുവർ പ്രോഗ്രസ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. നമ്മൾ ആ ഇംപ്ലിമെന്റ് ചെയ്ത ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളുമായിട്ട് നമ്മുടെ പ്രോഗ്രസ് കമ്പയർ ചെയ്യണം അല്ലേ? അങ്ങനെ ആ ഒരു പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തുക. ഇവാലുവേറ്റ് പ്ലാൻ എങ്ങനെയാ നമ്മൾ ആ ഒരു നമ്മുടെ പ്ലാൻ നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാ? നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് അതില് നമുക്കുണ്ടായ പ്രോഗ്രസ്, നമ്മൾ ആ ഒരു പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യണം. പുതിയ കാര്യം നമ്മൾ നടപ്പിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രസ് വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളുമായിട്ട് നമ്മുടെ പ്രോഗ്രസ് കമ്പയർ ചെയ്തുകൊണ്ട് ആ പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തുക. എങ്ങനെ വിലയിരുത്തണം? നമ്മുടെ ആ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളുമായിട്ട് നമ്മുടെ ആ പ്രോഗ്രസ് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ആ പുരോഗതി നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെ ആ പ്ലാൻ ഇവാലുവേറ്റ് ചെയ്യണം. There are several ways you can judge the result of your progress. Underline ചെയ്തോണ്ട് അത്. There are several ways. പല മാർഗങ്ങളുണ്ട്. എന്തിന്? You can judge the result of your progress. നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ? പേഷ്യന്റ് സർവേ സ്കോർ. പേഷ്യന്റിന്റെ സർവേ സ്കോർ. സർവേ നടത്താൻ പാടില്ലേ? സർവേ നടത്താം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ആ സർവേയില് ആ പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത് അല്ലെ? അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയല്ല ചോദിക്കാം കേട്ടോ. Which are the ways you can judge the result of your progress? Which are the ways you can judge the result of your progress? നമ്മുടെ പ്രോഗ്രസ് നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള പല മാർഗങ്ങളാണ്. പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനുള്ള പല മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താ? പേഷ്യന്റ് സർവേ സ്കോർ. പേഷ്യൻസിന്റെ സർവേ സ്കോർ സർവേ ചെയ്യാം. അടുത്ത് നോക്കിയേ, റെഫറൽ സോഴ്സസ്. റെഫറൻസുകൾ കൊടുക്കാം. ഇൻക്രീസ്ഡ് ഇൻകം. വർദ്ധിച്ച വരുമാനം. വരുമാനം കൂടുമ്പോ പ്രോഗ്രസ് എങ്ങനെയാ? ഇൻക്രീസ്ഡ് ഇൻകം എന്ന് പറഞ്ഞ കാര്യം. അതായത് എങ്ങനെയാ? വരുമാനം കൂടുമ്പോൾ നമ്മുടെ പ്രോഗ്രസ് എന്ത് ചെയ്യും? കൂടുകയാണോ കുറയാണോ പ്രോഗ്രസ്? ഒരു ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടി വരികയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രോഗ്രസ് എന്താ? കൂടാണോ കുറയാണോ? കൂടൂലേ? കൂടും. പ്രോഗ്രസ് കൂടുമ്പോഴാണ് കൂടുതൽ പേഷ്യൻസ് വരുന്നത്. കൂടുതൽ പേഷ്യൻസ് വരുമ്പോ കൂടുതൽ ഇൻകം വരും അല്ലെ? ഇൻക്രീസ്ഡ് ഇൻകം. അടുത്ത നോക്കി, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്. കണ്ടോ? അടുത്തത് എന്താ? ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ് കൂടാണ്. അപ്പൊ ആ ഹോസ്പിറ്റലില് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ അല്ലെങ്കിൽ ആദ്യത്തെ മാസം ഹോസ്പിറ്റലിൽ ഒരു 500 പേരാ വന്നേ. എന്നാ അടുത്ത മാസം ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ഒരു 800 പേര് വന്നു. പേഷ്യൻസ് കൂടാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പ്രോഗ്രസ് കൂടിയില്ലേ അല്ലേ? ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഏതാണ്? പുതിയ പേഷ്യൻസ് കൂടി. ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്. അടുത്ത് നോക്കി, ആൻഡ് ഡിക്രീസ്ഡ് കംപ്ലൈന്റ്സ് കുറയാണ്. ഉണ്ടോ? ആൻഡ് ഡിക്രീസ്ഡ് കംപ്ലൈന്റ് കുറയുക. അപ്പോഴും ഇൻകം കൂടൂലേ? അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പ്രോഗ്രസ് കൂടൂലേ? കംപ്ലൈന്റ് ഒന്നുമില്ല. കംപ്ലൈന്റ് ഉണ്ടെങ്കിലാണ് പുരോഗതി ഇല്ല എന്ന് പറയുന്നത് അല്ലേ? ഡിക്രീസ്ഡ് കംപ്ലൈന്റ്സ്. അപ്പൊ ഈ രീതിയിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ പ്രോഗ്രസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാ? പേഷ്യന്റ് സർവേ സ്കോർ നോക്കാം, റെഫറൽ സോഴ്സ്, പല റെഫറൽ മാർഗങ്ങൾ നോക്കാം, വർദ്ധിച്ച വരുമാനം, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ് കൂടാണ്, ആൻഡ് ഡിക്രീസ്ഡ് കംപ്ലൈന്റ് കുറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാവരും അണ്ടർലൈൻ ചെയ്തോട്ടോ. നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ആ പോയിന്റ്സ് പറഞ്ഞത് നോക്കണം. പിന്നെ അത് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താന്ന് പറഞ്ഞത് നോക്കണം. പിന്നെ നമ്മള് നമുക്ക് ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഇവാലുവേഷൻ പ്രോസസ്, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്.
അല്ലെ? അപ്പൊ അതിനകത്ത് നമുക്ക് അവിടെ പ്രോഗ്രസ്, ഹോസ്പിറ്റലിന്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാനുള്ള പല മാർഗങ്ങള്. ഇനി അടുത്തത്, അപ്പൊ അത്രയുമാണ് നമ്മുടെ ആ മാർക്കറ്റിംഗ് പ്ലാനിൽ വന്നത് കേട്ടോ. മാർക്കറ്റിംഗ് പ്ലാനിൽ വന്നത് കണ്ടോ? 7 പോയിന്റ്സ് ആണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞത്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ന്യൂ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ? മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ 2 സ്റ്റെപ്പ്, മാർക്കറ്റിംഗ് പ്ലാനിങ്. മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന്റെ 7 എലിമെന്റ്സ്, ലാസ്റ്റ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്, അങ്ങനെ 7 എലിമെന്റ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അടുത്തതാട്ടോ, അടുത്ത സ്റ്റെപ്പാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, marketing communication is the most noticeable of any of the marketing mix variables. മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസില് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മോസ്റ്റ് നോട്ടീസബിൾ എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും ശ്രദ്ധേയമായത്. മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസില് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. വേണ്ടേ? കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? എങ്കിലാണ് അത് സക്സസ് ആവുള്ളൂ. നമ്മളൊരു വെറുതെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടൊന്നും പറഞ്ഞാൽ പോരാ അല്ലെ? അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. അതിനൊരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ? കമ്മ്യൂണിക്കേഷൻ വേണം. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായത്. Marketing communication is the most noticeable of any of the marketing mix variables. Then, അടുത്ത നോക്കിയേ, marketing communication. Underline ചെയ്തോ sentence. Okay. ഇനി അടുത്ത് നോക്കിയേ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. എന്തൊക്കെയാണ് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാക്കുന്ന ഒരു നിരവധി ഘടകങ്ങള് അവിടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലുണ്ട്. കണ്ടോ? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് എലമെന്റ്സ്. എന്തിനാ? ദാറ്റ് മേക്ക് അപ്പ് ദ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്? അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അഡ്വർടൈസിങ്, പരസ്യങ്ങൾ വരൂലേ? നമുക്ക് വലിയ വലിയ പരസ്യങ്ങൾ നമുക്ക് കൊടുക്കാം അല്ലെ? അപ്പൊ മിക്ക പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഇതൊക്കെ മാർക്കറ്റിംഗില് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? നമ്മള് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനില് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്വർടൈസിങ്. പരസ്യങ്ങൾ, നല്ല നല്ല പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോകൂലേ? എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക അതിലേക്ക്. അതല്ലേ കൂടുതൽ ഇപ്പൊ എന്താ പറയാ, സെലിബ്രിറ്റീസിനെ ഒക്കെ വെച്ചിട്ട് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ കൊടുക്കണം. അപ്പൊ അവരെ കാണുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് നോക്കും അല്ലേ? അഡ്വർടൈസിങ് കൊടുക്കാം. പിന്നെ അടുത്തത് എന്താ? പേഴ്സണൽ സെല്ലിങ്, വ്യക്തിഗത വിൽപ്പന, പേഴ്സണൽ സെല്ലിങ്. അടുത്ത സെയിൽസ് പ്രൊമോഷൻസ്, പിന്നെ പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. പിന്നെയാണ് എന്താണ്? സൈബർ മാർക്കറ്റിംഗ്. സൈബർ മാർക്കറ്റിംഗ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. സൈബർ മാർക്കറ്റിംഗിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാം. എന്താണ് സൈബർ മാർക്കറ്റിംഗ്? ഓൺലൈൻ ബേസ്ഡ് ടെക്നോളജി ആണ് അല്ലെ? ഡിജിറ്റൽ ടെക്നോളജി ആണ്. മൊബൈൽ ഫോൺ, ഡെസ്ക്ടോപ്പ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ബേസ്ഡ് ഡിജിറ്റൽ ടെക്നോളജി. അതൊന്ന് വേണമെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഓൺലൈൻ ബേസ്ഡ് ഡിജിറ്റൽ ടെക്നോളജി മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സൈബർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാം. പല പല പേരുകളാട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന നമ്പർ ഓഫ് എലമെന്റ്സ്? ഏതൊക്കെയാ?
ഒന്നുകൂടി പറയാലോ? അതായത് നമ്മൾ പറഞ്ഞത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പല എലമെന്റ്സ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്നത്. അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് അഡ്വർടൈസ്മെന്റ് നടത്താം, അല്ലെ? അഡ്വർടൈസിങ് നടത്താം, അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ, അല്ലെങ്കിൽ പബ്ലിസിറ്റി, അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ, അല്ലെങ്കിൽ സൈബർ മാർക്കറ്റിംഗ്. ഇതൊക്കെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യമാണ്. ഈ സൈബർ മാർക്കറ്റിംഗിനെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് പറഞ്ഞത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ DIGITAL, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ ഒരു പേരും കൂടി പറയാം, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്. ഓൺലൈനായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് നമ്മൾ മേടിക്കാറില്ലേ? പല സാധനങ്ങൾ വാങ്ങാറില്ലേ ഓൺലൈനായിട്ട്? ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ സൈബർ മാർക്കറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? സൈബർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ബേസ്ഡ് ഡിജിറ്റൽ ടെക്നോളജി ആണ്, അല്ലേ? എന്താ ഓൺലൈൻ ബേസ്ഡ് ഡിജിറ്റൽ ടെക്നോളജി. ഓൺലൈൻ ബേസ്ഡ് ഡിജിറ്റൽ ടെക്നോളജി, ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ബേസ്ഡ് ഡിജിറ്റൽ ടെക്നോളജി ആണ് എന്തിൽ ഉപയോഗിക്കുന്നത്? മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ ബേസ്ഡ് ഡിജിറ്റൽ ടെക്നോളജി, അതാണ് സൈബർ മാർക്കറ്റിംഗ്. ഇതെല്ലാം മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്ന ആ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എലമെന്റ്സ് ആണ്. അതായത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, ഏതൊക്കെയാണെന്നുള്ള പേരുകൾ മാത്രം പഠിച്ചാൽ മതി. എന്താണോ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. ഏതൊക്കെയാണ് നമുക്ക് ആ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്ന നിരവധി എലമെന്റ്സ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലുണ്ട്. അതാണ് ആ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാന്ന് നോക്കിയേ. മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. Few marketing methods are health education camps. ഇത് നോക്കണം കേട്ടോ, ഇത് അണ്ടർലൈൻ ചെയ്തിടണം. ഇതുപോലെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കാം. ഫ്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്സ്, പല മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഫ്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്സ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പുകള്. Then awareness program for consumers medical camps. കൺസ്യൂമേഴ്സ് മെഡിക്കൽ ക്യാമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാംസ്. കൺസ്യൂമർ മെഡിക്കൽ അവയർനെസ് പ്രോഗ്രാം ഫോർ കൺസ്യൂമേഴ്സ് മെഡിക്കൽ ക്യാമ്പ്സ്. കൺസ്യൂമേഴ്സ് മെഡിക്കൽ ക്യാമ്പുകൾക്കായിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാംസ്. അപ്പൊ ഇത്രയും നോക്കിയാൽ മതി. അവിടെ നിങ്ങൾ ഫ്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്സ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്. ഓക്കെ, അടുത്തത് അവയർനെസ് പ്രോഗ്രാംസ്. അത്രയും നോട്ട് ചെയ്താൽ മതി, അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. അവയർനെസ് പ്രോഗ്രാംസ്. അടുത്ത നോക്കി, website marketing to different referral avenues such as corporate insurance companies, smaller healthcare organization. Alluring എന്ന് വെച്ചാൽ എന്താ? വശീകരിക്കുക. Alluring international patients through ഏതിക്കൂടെ? medical tourism and promotional package for various occasions. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വെബ്സൈറ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ പറഞ്ഞു, രണ്ടാമത്തെ അവയർനെസ് പ്രോഗ്രാംസുകൾ പറഞ്ഞു, അല്ലെ? ഇനി നോക്കിയാൽ അടുത്തത് എന്താ പറഞ്ഞത്? വെബ്സൈറ്റുകള്. അല്ലൂറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ പേഷ്യൻസിനെ വശീകരിക്കുക, നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അല്ലൂറിംഗ്, വശീകരിക്കുക അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുക. അത് ഞാൻ മൊത്തത്തിൽ ഞാൻ പറയാം കേട്ടോ. അത് ആ ഒരു പാരഗ്രാഫിന്റെ നോക്കി. അതായത് വെബ്സൈറ്റുകള്, പിന്നെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനികള്, പിന്നെ സ്മോളർ ഹെൽത്ത് ഓർഗനൈസേഷൻസ് തുടങ്ങിയ വിവിധ റെഫറൽ മാർഗങ്ങളിലേക്കുള്ള മാർക്കറ്റിംഗ്. അത്രയൊന്ന് നോക്കി. അടുത്തത് എന്താ പറഞ്ഞേക്കണത്? അപ്പൊ ഓരോന്നും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഒന്നാമത്തെ എഡ്യൂക്കേഷൻ ക്യാമ്പ്.
അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. പല മാർക്കറ്റിംഗ് മെത്തേഡ് ആട്ടോ നമ്മൾ പറയുന്നത്. എഡ്യൂക്കേഷൻ ക്യാമ്പ്. അടുത്തത് അവയർനെസ് പ്രോഗ്രാംസ്. അത്രയും മതി. ഫോർ കൺസ്യൂമേഴ്സ് മെഡിക്കൽ ക്യാമ്പ്സ് ഉണ്ട് എങ്കിലും നമുക്ക് അത് പെട്ടെന്ന് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് ചെയ്ത് പറയുന്ന അവയർനെസ് പ്രോഗ്രാംസ്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് വെബ്സൈറ്റ് മാർക്കറ്റിംഗ് ടു ഡിഫറെന്റ് റെഫറൽ അവന്യൂസ്. അത് ഏതൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നത്. അതായത് വെബ്സൈറ്റ്, കോർപ്പറേറ്റ്, ഇൻഷുറൻസ് കമ്പനികള്, സ്മോളർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ തുടങ്ങിയ വിവിധ റെഫറൽ മാർക്കറ്റിംഗിലേക്കുള്ള റെഫറൽ മാർഗങ്ങളിലേക്കുള്ള മാർക്കറ്റിംഗ്, അതായത് വെബ്സൈറ്റ് മാർക്കറ്റിംഗ്. അത്രയും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. വെബ്സൈറ്റ് മാർക്കറ്റിംഗ് ടു ഡിഫറെന്റ് റെഫറൽ അവന്യൂസ്. അവന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലങ്ങൾ കേട്ടോ. അത് ഏതൊക്കെയാന്നാ പറഞ്ഞേക്കണേ അവിടെ. അവന്യൂസ്, കോർപ്പറേറ്റ്, ഇൻഷുറൻസ് കമ്പനി, സ്മോളർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, ഓക്കെ, തുടങ്ങിയവയിലേക്കുള്ള അങ്ങനെയുള്ള പല റെഫറൽ മാർഗങ്ങളിലേക്കുള്ള വെബ്സൈറ്റ് മാർക്കറ്റിംഗ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഏതാ? വെബ്സൈറ്റ് മാർക്കറ്റിംഗ്. അത്രയും ഷോർട്ട് ചെയ്തൊന്നും ഇടുക കേട്ടോ. വെബ്സൈറ്റ് മാർക്കറ്റിംഗ് അതെങ്ങോട്ടേക്കുള്ള? ടു ഡിഫറെന്റ് റെഫറൽ അവന്യൂസ്, പല സ്ഥലങ്ങളിലേക്കുള്ള, അതായത് കോർപ്പറേറ്റ്, ഇൻഷുറൻസ് കമ്പനികള്, സ്മോളർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ തുടങ്ങിയ വിവിധ റെഫറൽ മാർഗങ്ങളിലേക്കുള്ള വെബ്സൈറ്റ് മാർക്കറ്റിംഗ്. ഇനി അടുത്ത നാലാമത്തെ ഏതാ? സ്മോളർ അലൂറിംഗ് ഇന്റർനാഷണൽ പേഷ്യൻസ്. ഇന്റർനാഷണൽ പേഷ്യൻസിനെ വശീകരിക്കുക, അട്രാക്ട് ചെയ്യുക ത്രൂ ഏതിൽ കൂടെ? മെഡിക്കൽ ടൂറിസം ആൻഡ് പ്രൊമോഷണൽ പാക്കേജ് ഫോർ വേരിയസ് ഒക്കേഷൻസ്. പല നമുക്ക് മെഡിക്കൽ ടൂറിസം വഴി ഇന്റർനാഷണൽ പേഷ്യൻസിനെ ആകർഷിക്കുക. Alluring international patients through medical tourism and promotional package. പ്രൊമോഷണൽ പാക്കേജുകള് അതൊക്കെയാണ് പല മാർക്കറ്റിംഗ് മെത്തേഡ്സുകൾ. കിട്ടിയ അത്രയും പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്തത് ഒന്നുകൂടി നോക്കി. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്സ്, രണ്ടാമത്തെ അവയർനെസ് പ്രോഗ്രാംസ്, പിന്നെ അടുത്തത് മൂന്നാമത്തേല് വെബ്സൈറ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, പിന്നെ അടുത്തതാണ് അലൂറിംഗ് ഇന്റർനാഷണൽ പേഷ്യൻസ്. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആണ്. ഇതിൽ കൂടെയാണ് മെഡിക്കൽ ടൂറിസം ആൻഡ് പ്രൊമോഷണൽ പാക്കേജ് ഫോർ വേരിയസ് ഒക്കേഷൻസ്. പ്രൊമോഷണൽ പാക്കേജുകള് മെഡിക്കൽ ടൂറിസം വഴി ഇന്റർനാഷണൽ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യുക, വശീകരിക്കുക. ഇതൊക്കെ പല മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റില് effective hospital marketing is fulfilled by developing a smart and sensible advertising and marketing campaigns. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒരു ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫുൾഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നിറവേറ്റുന്നത് ഏതിൽ കൂടെയാണ്? By developing smart and sensible advertising. അഡ്വർടൈസ്മെന്റിന് ഒരു നല്ലൊരു പങ്കില്ലേ? ഇല്ലേ? നമ്മൾ ആദ്യം തുടങ്ങി നമ്മൾ പറഞ്ഞില്ലേ, എന്തൊരു കാര്യമാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റല് വെറുതെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ കാര്യമില്ല, അതിന് പബ്ലിസിറ്റി നമ്മൾ കൊടുക്കണം അല്ലെ? ടിവിയിലും പേപ്പറിലും ഒക്കെ ആയിട്ട് എന്തോരും അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്ന. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, ഇന്ന ഫെസിലിറ്റികള്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഇന്ന ലാബ് സൗകര്യങ്ങള്, പിന്നെ അങ്ങനെ കാർ പാർക്കിംഗ് സൗകര്യങ്ങള് അല്ലെ, നല്ല വിശാലമായിട്ടുള്ള ഇതെന്നൊക്കെ പറഞ്ഞ അവിടുത്തെ എല്ലാ ഫീച്ചേഴ്സും ഒക്കെ എടുത്തു കാണിക്കുന്ന ഒരു അഡ്വർടൈസിങ് അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫുൾഫിൽ ചെയ്യാൻ. പിന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനുള്ളത്, ക്യാമ്പയിൻസുകൾ കൂടിയും അത് രണ്ടും നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഫുൾഫിൽഡ് ബൈ ഡെവലപ്പിംഗ് ഡാഷ് ആൻഡ് ഡാഷ്. ഇങ്ങനെയാ സ്മാർട്ട് ആൻഡ് സെൻസിബിൾ അഡ്വർടൈസിംഗ്, ദെൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എയിൽ തരാം സ്മാർട്ട് ആൻഡ് സെൻസിബിൾ അഡ്വർടൈസിംഗ്, ഓപ്ഷൻ ബിയിൽ കൊടുക്കാം മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, ഓപ്ഷൻ സിയിൽ കൊടുക്കാം ബോത്ത് എ ആൻഡ് ബി.
then option D is none of the above. അപ്പൊ ഏത് നമ്മൾ കറക്റ്റ് ചെയ്യും? എയും ബിയും വേണം അല്ലെ? രണ്ടും നമ്മൾ പഠിച്ചില്ലേ? ഇതാണ് സ്മാർട്ട് ആൻഡ് സെൻസിബിൾ അഡ്വർടൈസിംഗും പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് എ വെൽ സ്ട്രക്ചേർഡ് മീഡിയ മിക്സ് ടു ഇൻക്ലൂഡ് പ്രസ് റിലീസസ്, പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ ആൻഡ് വെബ്സൈറ്റ്. ഓക്കെ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഷുഡ് കണ്ടെയ്ൻ. ഇപ്പൊ നമ്മൾ അടുത്തൊരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അഡ്വർടൈസിംഗും ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസുകളും ഉണ്ട്. ഇനി എന്താണ് നോക്കിയേ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നേ? വെൽ സ്ട്രക്ചേർഡ്, കൺസിസ്റ്റ് ഓഫ് എ വെൽ സ്ട്രക്ചേർഡ് മീഡിയ മിക്സ് ടു ഇൻക്ലൂഡ് ഏതൊക്കെയാ? പ്രസ് റിലീസസ്, പത്രക്കുറിപ്പുകൾ, പ്രസ് റിലീസസ്, ഇൻക്ലൂഡ് പ്രസ് റിലീസസ്, പത്രക്കുറിപ്പുകൾ. അടുത്തത് പ്രിന്റ്, പേപ്പറുകളൊക്കെ, ടെലിവിഷൻ, റേഡിയോ, വെബ്സൈറ്റ്, വെബ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു മീഡിയ മിക്സ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുന്ന ഏതൊക്കെയാ? പ്രസ് റിലീസസ്, പത്രക്കുറിപ്പുകള്, പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ ആൻഡ് വെബ്സൈറ്റ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വെൽ സ്ട്രക്ചേർഡ് മീഡിയ മിക്സ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തോ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്, അങ്ങനെ ചോദിക്കാം. അതിനകത്ത് എന്തൊക്കെയാ ഉൾപ്പെടുന്നേ? ഒരു വെൽ സ്ട്രക്ചേർഡ് മീഡിയ മിക്സ് ഉണ്ടായിരിക്കണം. അത് ആ വെൽ സ്ട്രക്ചേർഡ് മീഡിയ മിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വേണം? പ്രസ് റിലീസസ്, പത്രക്കുറിപ്പുകൾ വേണം, പ്രിന്റ് വേണം, ടെലിവിഷൻ വേണം, അല്ലെങ്കിൽ റേഡിയോ, വെബ്സൈറ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വെൽ സ്ട്രക്ചേർഡ് മീഡിയ മിക്സ് മാർക്കറ്റിംഗ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിന് ഉണ്ടായിരിക്കണം. അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്റർ കേട്ടോ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഏതായിരുന്നു? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽ, രണ്ടാമത്തെ മാർക്കറ്റിംഗ്. ഇനി അടുത്ത ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്. അടുത്തത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നെക്സ്റ്റ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാം. 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയത് തുടങ്ങിയാൽ മതി. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് മാർക്കറ്റിംഗിന്റെ 3 ഡെഫിനിഷനാണ് പറഞ്ഞത്. ആ 3 ഡെഫിനിഷനും തന്നിട്ട് എന്താണ് എന്ന് ചോദിക്കും. ഡെഫിനിഷൻ ആണെന്ന് തന്നെ പറഞ്ഞു ബൈ ഹാർട്ട് ചെയ്യണ്ട. നിങ്ങൾ അവിടെ ആ ഡെഫിനിഷൻ തരുമ്പോൾ എന്താണ്, അപ്പൊ അതിന്റെ ആൻസർ അറിയാം, മാർക്കറ്റിംഗ് ആണ് അല്ലേ. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഈ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് അവിടെ കൊടുത്തത് അല്ലെ. സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ പല ഫങ്ഷൻസിൽ ഒന്ന് മാത്രമാണ്. മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, അതൊന്ന് നോക്കി വെക്കാം. പിന്നെ അടുത്തത് 2 എക്സാമ്പിൾ ആണ്. ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രധാനം എന്നുള്ളത് കാണിക്കുന്ന 2 എക്സാമ്പിൾ ഒക്കെയാണ്. അതൊന്നും അങ്ങനെ വന്നില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞത് നമ്മള് ഏതാണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. അത് 4 ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, 4 കാര്യങ്ങൾ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് കണ്ടോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് അതിന്റെ 4 സ്ട്രാറ്റജീസും അതുപോലെ തന്നെ പ്രധാനമാണ്. പിന്നെ അടുത്തത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ നമ്മൾ പറഞ്ഞു, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് കൺസ്യൂമറിൽ നിന്നാണ്. അടുത്തത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളത്. 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെയാണ് മാർക്കറ്റിംഗ് മിക്സ്. പിന്നെ 4 സ്ട്രാറ്റജീസ് പറഞ്ഞു, അത് ആ ഡെഫിനിഷൻ ആയിട്ട് തന്നെ നമുക്ക് ചോദിച്ചിട്ട് തന്നിട്ട് അതിൽ ഏത് സ്ട്രാറ്റജി ആണ് ബോൾഡ് ചെയ്ത് എഴുതിയിട്ടില്ലേ, അതൊക്കെ നോക്കുക. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി നോക്കുക കേട്ടോ. അതിനകത്ത് ഏതൊക്കെയാ വന്നേ, എയിം എന്താണ്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്താണ്. പിന്നെ അടുത്ത പ്ലേസ് സ്ട്രാറ്റജി, സെന്റൻസ് തന്നെ തന്നിട്ട് ഏതാണെന്ന് ചോദിക്കാം. പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിങ് സ്ട്രാറ്റജി. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റെപ്സുകളാണ് കണ്ടോ. അതായത് ജനറൽ ആയിട്ട് ഒരു മാർക്കറ്റിംഗിന് വേണ്ട സ്റ്റെപ്പുകളാണ് പറഞ്ഞേക്കണേ. അതിനകത്ത് എല്ലാ സ്റ്റെപ്സും നമ്മൾ പഠിക്കണം കേട്ടോ. സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം.
എനിക്കാ വരുന്നത്, സ്റ്റെപ്സിൽ ഇൻക്ലൂഡ് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്യാത്തത്, പിന്നെ നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉള്ള ഫാക്ടേഴ്സ് അതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതുന്നതാണ്. പിന്നെ അത് 6 സ്റ്റെപ്പുകൾ നോക്കി വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു പുതിയ നമ്മളെ ഒരു ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ്. ഇനി 2 സ്റ്റെപ്പേ ഉള്ളൂ, മാർക്കറ്റിംഗ് പ്ലാനിങ്ങും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന്റെ 7 എലമെന്റ്സ് അത് നോക്കി വെക്കണം. പിന്നെ അടുത്തത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കിയുള്ളത് വായിച്ച് മനസ്സിലാക്കി തന്നെ വെക്കുക കേട്ടോ. എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ചെറിയൊരു ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. അതിനെ ബേസ് ചെയ്ത് തന്നെ 3 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ നമുക്ക് അതിന്റെ ബേസ് ചെയ്തിട്ട്, അപ്പൊ അതിന്റെ ബേസ് ആണ് നമ്മുടെ ആ ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചാപ്റ്ററുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.